മലപ്പുറത്ത് മാതാപിതാക്കൾ ചികിത്സ നിഷേധിച്ച 1 വയസ്സുള്ള കുഞ്ഞു മരിച്ചതായി പരാതി. അശാസ്ത്രീയ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന ദമ്പതികളായ ഹിറ ഹരീറ നവാസ് ദമ്പതികളുടെ മകൻ SN എർഹാനാണ് മരിച്ചത്. മഞ്ഞപ്പിത്തം ബാധിച്ച കുഞ്ഞിന് ആധുനിക ചികിത്സ നൽകാതെ മരിച്ചെന്ന പരാതിയിൽ കാടാമ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം കോട്ടക്കലിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. അക്യുപങ്ചറിലൂടെ പ്രസവം പ്രോത്സാഹിപ്പിക്കുകയും അശാസ്ത്രീയ ചികിത്സയ്ക്ക് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന ദമ്പതികളുടെ കുഞ്ഞാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് യഥാസമയം ചികിത്സ കിട്ടാതെ മരിച്ചതായി പരാതിയുള്ളത്. പാങ്ങ് സ്വദേശികളായ ഹിറ ഹരീറ നവാസ് ദമ്പതികളുടെ മകൻ SN എർഹാനാണ് മരിച്ചത്. മുലപ്പാൽ കുടിക്കുന്നതിനിടെ പാൽ തൊണ്ടയിൽ കുടുങ്ങിയാണ് കുഞ്ഞു മരിച്ചതെന്നാണ് ഹിറയും നവാസും പറയുന്നത്. എന്നാൽ ഇത് തെറ്റായ നിഗമനമാണെന്ന് ആരോഗ്യ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. മുലപ്പാൽ കുടിക്കുന്നതിനിടെ മരിച്ചെന്നാണ് കുടുംബം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരോട് അറിയിച്ചത്. എന്നാൽ ഇത് പൂർണ്ണമായും മുഖവിലക്കെടുത്തിട്ടില്ലെന്നും മരണത്തിൽ സംശയമുണ്ടെന്ന വിവരം ജില്ലാ ആരോഗ്യവകുപ്പിനെ അറിയിക്കുമെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ാണ് അവരറിഞ്ഞത്. വീട് പടിയാണ്, അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. വന്നെന്നാണ് പറഞ്ഞത്. പാല് കൊടുക്കുമ്പോൾ കുഴഞ്ഞു എന്താ പറഞ്ഞതിന് ശേഷമാണ് ബന്ധുക്കൾ സ്ഥിരീകരിച്ചത്. ബന്ധുക്കൾ പറഞ്ഞതേ പാല് കൊടുത്തപ്പോൾ മരിച്ചു എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഞങ്ങളോട് പറഞ്ഞില്ല. അവർ പറഞ്ഞു പാല് കൊടുത്ത് കുറച്ച് കഴിഞ്ഞ ശേഷം ഈ അപസ്മാരം എന്തെങ്കിലും വന്നതാണോ? മഞ്ഞപ്പിത്തം നേരത്തെ വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. മരണപ്പിത്തം കുറെ മുന്നേ വന്നതാണ്. ഉണ്ടായിരുന്നില്ല. നിലവിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നമൊന്നുമില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം കോട്ടക്കലല്ലേ. ഇന്നലെ ഇപ്പൊ എന്തിലാണ് വ്യക്തത വരാനായിട്ടുള്ളത്? എന്താണ് സംശയങ്ങൾ ബാക്കി നിൽക്കുന്നത്? എന്താണ് ഞങ്ങൾക്ക് പറയാൻ അല്ല, ഇന്നലെ ഒരു ഡോക്ടർ വന്ന് മരണം സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഡോക്ടർക്ക് അറിയുണ്ടാവില്ല മരണകാരണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആരോഗ്യവകുപ്പിന് എന്തെങ്കിലും വിവരം കിട്ടിയില്ല? ഇല്ല. അത് ഡോക്ടർ വന്ന് അവർ പറഞ്ഞോ? ഡോക്ടർ വന്ന് മരണം സ്ഥിരീകരിച്ചു എന്നുള്ളത്. ഈ ചികിത്സയൊന്നും അങ്ങനെ കൊടുക്കാറില്ല. അലോപ്പതി ചികിത്സകൾക്കൊന്നും കൊടുക്കാറില്ല. കൊടുക്കാറുണ്ടോ? കുട്ടിക്ക് അസുഖമൊന്നും ഇല്ലായിരുന്നാണോ പറഞ്ഞു? പെട്ടെന്നാണല്ലോ പറഞ്ഞത്. അലോപ്പതി ഡോക്ടറാണെന്നാണ് പറഞ്ഞത്. അൽമാസിലെ ഡോക്ടറാണെന്നാണ് പറഞ്ഞത്. കൊട്ടക്കിലാണല്ലോ താമസിച്ചിരുന്നത്. എന്താണ് ഇപ്പൊ നിലവിൽ പറയാൻ പറ്റില്ല. ഇനിയിപ്പോ എന്താ തുടർ നടപടി? ആരോഗ്യവകുപ്പിന്റെ തുടർ നടപടിയില്ല. ആരോഗ്യവകുപ്പിന്റെ ഞങ്ങള് പിന്നെ ജില്ലയിലേക്ക് അറിയിക്കും. ജില്ലയിൽ എന്തെങ്കിലും ചെയ്യാച്ചാൽ അതൊക്കെ ചെയ്യാം. എന്താണ് അവിടേക്ക് അറിയിക്കാൻ പോകുന്നത്? ഡെത്ത് ഉണ്ടായെന്ന് അതവിടെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതവിടെ എന്തായാലും ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവില്ല. അതിനപ്പുറം എന്തെങ്കിലും വിവരങ്ങൾ അവിടെ തന്നെയാണ് ജില്ലാ എന്തെങ്കിലും ഇപ്പൊ നിലവിൽ ബാക്കിയുണ്ടോ? സംശയങ്ങളൊന്നും അങ്ങനെ പറയാൻ ആയില്ലല്ലോ. ഞങ്ങളിപ്പോ ഇവരോടല്ലേ ചോദിച്ചിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങൾ അറിഞ്ഞാല് മാതാപിതാക്കൾ ചികിത്സ നൽകാതിരുന്നതാണ് കുഞ്ഞിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്ന ആരോപണത്തിൽ കോട്ടക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുഞ്ഞ് ജനിച്ച് ഇതുവരെ ഒരു പ്രതിരോധ കുത്തിവയ്പ്പുകളും എടുത്തിട്ടില്ലെന്നും പോലീസ് പറയുന്നു. അതേസമയം ഇന്ന് രാവിലെ ഖബറടക്കിയ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് DMO അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 14 വീട്ടിലാണ് ഹിറ ഹരീറ കുഞ്ഞിന് ജന്മം നൽകിയത്. സമൂഹമാധ്യമങ്ങളിലൂടെ ഹിറ അക്യുപങ്ചർ ചികിത്സയെയും വീട്ടിലെ പ്രസവത്തെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു. അശാസ്ത്രീയ ചികിത്സാ രീതിയെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഹിറ ശാസ്ത്രീയമായ ചികിത്സാ രീതിയെ തുറന്നു തീർക്കുന്ന നിലപാടുകൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുമുണ്ടായിരുന്നു. കേരള വിഷൻ, കോട്ടക്കൽ.